മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ സുലൈമാൻ നബിയുടെ ചരിത്രം പഠിപ്പിച്ചു തരാം. അവിടെ ചില ശയാത്തീനുകളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്ന സൂറത്തുൽ ബഖറയിലെ 102-ാമത്തെ സുദീർഘമായ ഒരായത്ത് പഠിക്കാൻ വേണ്ടി പറയാം. അപ്പൊ ഇവർ ചെയ്യുന്ന പണി പറയാണ്, നല്ലപോലെ ജീവിക്കുന്ന നല്ല ദമ്പതികളെ തമ്മിൽ തെറ്റിക്കുക. നമ്മളൊക്കെ പറയില്ലേ, അവർ തമ്മിൽ ഡിവോഴ്സായി എന്ന് പറയുമ്പോൾ നമ്മൾ പറയും, എന്ത് നല്ല ജീവിതമായിരുന്നു, ഒരു പ്രശ്നവും പറയാനില്ലാത്ത 2, 3, 4 മക്കളുള്ള കൊല്ലങ്ങൾ ഒരുമിച്ച് ജീവിച്ചവർ ഒരു സുപ്രഭാതത്തിൽ കോടതിയിൽ കയറി വന്ന് ഞങ്ങൾ പിരിയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, അവർ ശയാത്തീനുകൾ ഫയതഅല്ലമൂന മിൻഹുമാ മാ യുഫരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി, ഒരു ആണിന്റെയും ഒരു ദമ്പതിയുടെ ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ എങ്ങനെയൊക്കെ ഫർക്കുണ്ടാക്കാം, ഭിന്നിപ്പുണ്ടാക്കാം എന്ന് അവർ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കും. നല്ലോണം ദാമ്പത്യത്തിലുള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ഇവിടെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, സമുദ്രത്തിന്റെ നടുക്കടലിൽ ഒരു ഭാഗത്ത് എല്ലാ ദിവസവും ശയാത്തീനുകൾ ഒരു യോഗം കൂടും. അപ്പോൾ ചിലര് പറയും, ഞാൻ ഒരുപാട് ആളുകളെ മദ്യപിക്കാൻ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ശയാത്തീന്റെ നേതാവ് പറയും, കാര്യമല്ല, അതൊന്നും വലിയ കാര്യമല്ല, ഞാൻ ഒരുപാട് പേരെ കൊലപാതകം ചെയ്യാൻ വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തു, അതൊന്നും കാര്യമല്ല. അതിൽ ചിലര് വന്നിട്ട് പറയും, ഞാൻ ഇന്ന് ഇത്ര ദമ്പതികളെ തമ്മിൽ തെറ്റിക്കാൻ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ശയാത്തീനുകളുടെ കൂട്ടത്തിൽ നിന്ന് അവൻക്ക് അവാർഡ് കൊടുക്കും, ആദരവ് കൊടുക്കും. കാരണം എന്താ, ഒരു ദാമ്പത്യത്തെ തകർത്താൽ ഒരു കുടുംബം തകർക്കലാണ്, ഒരുപാട് ഇബാദത്തുകളെ തകർക്കലാണ്, ഒരുപാട് സമാധാനം കെടുത്തലാണ്. അത് അവർക്ക് വലിയ നേട്ടമായാണ് അവർ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദാമ്പത്യം ഏറെ മനോഹരമാക്കാൻ ഈ വിഷയം കൂടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കുക. പിശാചുക്കൾ എപ്പോഴും ഇന്നമൻ നജ്വാ മിനശ് ശൈത്താനി, പിശാചുക്കളുടെ ഗൂഢാലോചന ലിയഹ്സുനല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ ദുഃഖിപ്പിക്കണമെന്നതാണ്. അവർ വിഷമിക്കണം, അവരെ തളർത്തണം. പക്ഷെ അറിഞ്ഞോളൂ, അവർക്ക് അങ്ങനെ ദോഷം വരുത്താനൊന്നും കഴിയില്ല, ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാന്റെ അനുവാദമില്ലാതെ. അങ്ങനെ ആവശ്യമില്ലാത്ത പേടിയും വേണ്ട. നമ്മൾ ചെയ്യേണ്ടതായ സുരക്ഷിതമായ മാർഗങ്ങളൊക്കെ സ്വീകരിക്കണം.